ആ 3 സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്നത്തെയും പോലെ തന്നെ രാവിലെ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാപ്പ് കൊടുത്താൽ ഗുഡ് മോർണിംഗ് ഒക്കെ പറയാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. ഗുഡ് മോർണിംഗ് ഇപ്പോഴാണ് ഗുഡ് മോർണിംഗ് പറയുന്നത് കേട്ടോ. നേരെ ഞാൻ മുട്ടയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ഒന്നിച്ചാണ് ഇന്ന് വേഗം വെച്ചിട്ടുള്ളത്. എന്താ കാരണം എന്നറിയുന്നത്, എണീക്കാൻ 7 മണി കഴിഞ്ഞു മക്കളെ. എങ്ങനെയൊക്കെയാണ് ഞാൻ 8:30 ആകുമ്പോഴത്തേക്ക് ചോറും കറിയും കടിയൊക്കെ ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞാപ്പ് ഒരു കടല കൊണ്ട് വായിലിട്ടതാണ്. അവിടെ ഒന്ന് വിക്കിപ്പോയി. അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെയോ ചടപടയേന്ന് ഞാൻ 8:30 ആകുമ്പോഴത്തേക്കും ചോറും കറിയും കടിയൊക്കെ ഉണ്ടാക്കിട്ടോ. മുട്ട ഇങ്ങനെ പുഴുങ്ങാൻ വെച്ചെങ്കിലും മുട്ട അങ്ങനെ പൊട്ടിയൊന്നും പോയിട്ടില്ല കേട്ടോ. ഒരു മുട്ടക്ക് മാത്രം ഒരു വരവ് വീണിട്ടുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. നേരെ ചക്കര ഒരു മുട്ട അപ്പാട് ഓൾക്ക് വേണമെന്ന് മറ്റൊരു മുട്ട അപ്പാട് അതിലിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള മുട്ട ഞാൻ ഓരോ കഷ്ണമാക്കിയിട്ടാണ് കേട്ടോ ഇട്ടത്. കുഞ്ഞാപ്പ് കുട്ടിക്ക് ഒരു മുട്ട അപ്പാട് കൊടുത്ത് ഒരു നേരം കൊടുത്തു കഴിഞ്ഞാൽ ദഹനത്തിന് ഭയങ്കര പ്രശ്നമാണ്. 2 നേരമായിട്ട് ഓരോ കഷ്ണം കൊടുക്കാമെന്നുള്ള കണ്ടീഷൻ, അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം അപ്പാട് കൊടുക്കുന്നുണ്ട് അവൾ കച്ചറയാക്കും കേട്ടോ. അന്നേരം മുട്ടക്കറി ഇത് അവിടെ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഭൂരി ഉണ്ടാക്കാൻ വേണ്ടി എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. ഭൂരിക്ക് ഇത് ആട്ട കുഴയ്ക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. രാവിലെ നേരം വൈകി എണീറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അത് അമ്മമാർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ, അത് വേറെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ ഒരു തെല്ലപ്പാട് എന്തൊക്കെയാണെന്നുള്ളതിൽ അതൊരു വല്ലാത്തൊരു കലവറയായിരിക്കും അവിടെ. ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമ്മൾ തന്നെയാണല്ലോ എണീക്കേണ്ടത്. എന്താണെന്നറിയില്ല, തണുപ്പ് കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് വീണ്ടും ആദ്യത്തെ പോലെ ആ പനി വീണ്ടും രാത്രിയാകുമ്പോൾ ചെറിയൊരു പനി പോലെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണോ എന്നറിയില്ല. രാവിലെ ആണ് നേരെ കുറേ ആയതിന് ശേഷം കേട്ടോ ഒന്ന് ഉറങ്ങിപ്പോയത്. വല്ലാത്തൊരു പ്രശ്നങ്ങൾ ശരീരത്തിന് വീണ്ടും ഒരു ക്ഷീണങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. എന്താ ഏതാണെന്നൊന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ്ട് വേറെ രക്ഷയുണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ശ്യാമാട്ടം പറയുന്നുണ്ട് വെള്ളം കൂടി കുറവായിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണോന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലായില്ല. ഭൂരിയൊക്കെ ഇത് ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അന്നേരം ഞാൻ ഭൂരി ഉണ്ടാക്കാൻ വെച്ച ആട്ടപ്പൊടി എടുത്തിട്ടത് ഇവിടെ ഒരാൾ നല്ല പരിപാടിയാണേ. പിന്നെ ഞാൻ അടുക്കലും പെറുക്കലും ഒന്നും ചെയ്തിട്ടില്ല, നേരെ ഭൂരി ഉണ്ടാക്കി. അതിൻ്റെ ഇടയിൽ കൂടെ പൊന്നൂസും ശ്യാമാട്ടനൊക്കെ പോക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പൊന്നൂസ് ഒന്ന് നേരവും വൈകി, എൻ്റെ കാരണം കൊണ്ടും അവളെ കാരണം കൊണ്ടൊക്കെയാണ് കേട്ടോ നേരം വൈകിയത്. കുഞ്ഞാപ്പക്കുട്ടി ഇതാ പല്ലിയേക്കാൻ പോണേ ഉള്ളൂ. ഞാൻ പുഴയിലേക്ക് വരണണ്ടപ്പോൾ തന്നെ ആൾ പേസ്റ്റും ബ്രഷൊക്കെ എടുത്തിട്ട് എൻ്റെ പുറകാലെ പുഴയിലേക്ക് ചാടിയിട്ടാ. പിന്നെ അവിടെ നിന്നാണ് ആൾ പല്ലിയച്ചത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ചക്കരേനോട് ഞാൻ പറഞ്ഞു വേഗം മാറ്റിയിട്ട് അമ്മയ്ക്ക് കുറച്ച് നേരം വീഡിയോ എടുത്തുകൊണ്ടാറിട്ട് അവളെ കൊണ്ട് വേഗം മാറ്റി വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വിളിച്ചാണ് കേട്ടോ. അവൾ പോകുന്നതിന് മുന്നേ കുറച്ച് വീഡിയോസ് എടുക്കണമെങ്കിൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്താലാണ്. പിന്നെ അകത്തുള്ള വീഡിയോസ് ഞാൻ തന്നെയാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ചക്കരേനെ വേഗം പിടിച്ചത്. കുഞ്ഞാപ്പക്കുട്ടി രാവിലെ 2 ബിസ്ക്കറ്റും ചായയും കുടിച്ചാണ്. അതുകൊണ്ടാണ് പിന്നെ ആൾ ചായ കുടിക്കാൻ നേരം വൈകി, അല്ലെങ്കിൽ ഇവരെ കൂടെ ചായ കുടിക്കലുള്ളതാണ് ആൾ. ഞാനും വിചാരിച്ചു ഒന്ന് വിശക്കട്ടെ എന്നിട്ട് ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു. അന്നേരം ചക്കര അവളെ വീഡിയോ എടുക്കുന്നുണ്ട്. എന്നെ എടുക്കേണ്ടത് അങ്ങോട്ട് എടുത്തോ ഇങ്ങോട്ട് എടുത്തോ എന്നൊക്കെയാണ് ആൾ പറയുന്നത്. ആളിപ്പോൾ വീഡിയോസിൽ എടുക്കണ തീരെ ഇഷ്ടം തുപ്പാൻ പോകുന്നുണ്ട്. അവളെ നേരെ വീഡിയോസ് എടുക്കാൻ പോകുമ്പോഴാണ് ഈ തുപ്പുന്നത്, ചീത്ത പറയുന്നത്. ആൾക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ ഇപ്പോൾ വീഡിയോസ് എടുക്കണത്. ഇതുണ്ട് നമ്മളെ പുഴയിലെ വെള്ളമൊക്കെ നല്ല കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അക്കരയ്ക്ക് ഇക്കരക്കൊക്കെ പോകാൻ നല്ല സുഖമാണ്. ഈ കാണുന്ന പുഴയാണല്ലോ മഴക്കാലമാകുമ്പോൾ വലിയ ഭീകരനാവും. ഇതൊന്ന് ആലോചിക്കുമ്പോൾ, വേനൽക്കാലത്ത് അത് ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എൻ്റെ ദൈവം ഇത്രയും ചെറിയൊരു തോടല്ലേ, അത് നിങ്ങൾ ഇത്ര പേടിക്കണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവില്ലേ. മഴക്കാലത്ത് നമ്മളെ അവസ്ഥ കണ്ടവർക്കാണ് അത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ആൾ ഭയങ്കര ശാന്തനായി, ഒരു കുഴപ്പമില്ല. ഞാൻ അയ്യോ പാവീന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ ആളുടെ പോക്ക് എന്ന് പറഞ്ഞ പോലെ. മഴക്കാലാകുമ്പോൾ ഇയാളുടെ തനിക്കോണം പുറത്ത് വരുള്ളൂ. പിന്നെ തുണി കുറച്ച് വൈകുന്നേരം അലക്കി വെച്ചതുണ്ടായിരുന്നു, രാവിലെ കുറച്ചേ ഉള്ളൂ കേട്ടോ അലക്കാൻ. കുട്ടികൾ ഊരിയിട്ടത് ശ്യാമാട്ടൻ്റെയും കുഞ്ഞാപ്പൂൻ്റെ ഒക്കെ തന്നെയുള്ളൂ. പിന്നെ വൈകുന്നേരം യൂണിഫോമും കാര്യങ്ങളൊക്കെ അലക്കിയിട്ടത് അത് ആറിയതുണ്ട്. അതായത് കുഞ്ഞു ബക്കറ്റിൽ കാണുമ്പോൾ നിങ്ങൾ കേൾക്കേണ്ട കുറച്ചേ ഉള്ളൂ എന്ന്. രാവിലെ അലക്കിയതാണ് കേട്ടോ ഈ കുറച്ച് കുഞ്ഞു ബക്കറ്റിലുള്ളത്. ബാക്കിയുള്ളത് ഞാൻ തലേദിവസം അലക്കിയിട്ടതും കൂടെ വെയിലത്ത് കൊണ്ടേ ഇടുകയാണ് കേട്ടോ. നമുക്ക് ഇവിടെയാണ് വെയിലുണ്ടാവുള്ളൂ, താഴെ നമുക്ക് വെയിലുണ്ടാവേ ഇല്ല കേട്ടോ. അതിൻ്റെ കൂടെ ചക്കര പേരയ്ക്ക് അതും ഇതൊക്കെ നോക്കിയും കൊണ്ട് ഫോൺ എടുത്തും കൊണ്ട് പോയിട്ടാ. അഴലിൻ്റെ മുകളിൽ എല്ലാവർക്കും കൂടെ തുണി ഇടൽ നടക്കൂല. അനിയൻ്റെ അവരത് നമ്മളതും എല്ലാവരതും ഉണ്ടാവുമല്ലോ, അത് നടക്കൂല. അതായത് ഞാൻ ഈ ചെടീൻ്റെ മുകളിൽ കൂടിയൊക്കെ ഇടും. ചെടീൻ്റെ മുകളിലാണെങ്കിൽ അതിൻ്റെ മുകളൊന്ന് വെട്ടി കൊടുത്താലാണ് തുണി ഇടുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. തുണി ഒരു ഭാഗവും ചുരുണ്ട് കൂടി പോവും ചെയ്യും കേട്ടോ. പിന്നെ വെയിലായതുകൊണ്ട് എങ്ങനെയാണെങ്കിലും ഉണങ്ങി കിട്ടും. നമുക്ക് താഴെ ഭാഗം എപ്പോഴും തണുപ്പാണ്. നമ്മളെ വീട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മോൾ ഭാഗത്താണെങ്കിൽ നല്ല പൊരി വെയിലാണ്. ഇവരൊക്കെ വന്നിട്ട് സ്കൂളിൽ കൊണ്ടുവരും. എൻ്റെ അമ്മ വെയിൽ കൊണ്ട് മനുഷ്യൻ മടുത്തു അറിയും. എനിക്ക് തോന്നുമ്പോൾ ഒരു വെയിലും ഇല്ല. ഞാൻ ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ എനിക്ക് വെയിലും ചൂടൊന്നും അറിയുന്നില്ല. താഴ്ഭാഗത്ത് വെയിലിൻ്റെ ചൂടുണ്ടാവലേ ഇല്ല കേട്ടോ. നല്ല മാർച്ച് മാസമൊക്കെ ആയാലാണ് നമുക്ക് വെയിലിൻ്റെ ചൂടറിയത്തുള്ളൂ. അത് ചക്കര പോകുമ്പോഴത്തേക്കും ഞാൻ പുറത്തുള്ള പരിപാടികളൊക്കെ തീർത്തു. പാത്രം കഴുകലും വെള്ളം കൊണ്ടുവരലും ഒക്കെ തീർത്തുട്ടാ. കുഞ്ഞാപ്പുക്കുട്ടി പിന്നെ അപ്പുറത്ത് കളിയാണ്. അവർ രണ്ടുപേരും കൂടെ അങ്ങനെ കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇടക്കിടക്ക് വന്നിട്ട് എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചും വർത്താനം പറഞ്ഞിട്ടും ആളങ്ങനെ പോകും. അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അകത്തുള്ള പരിപാടികളൊന്നും ചെയ്തിട്ടുണ്ടായില്ല. അല്ലെങ്കിൽ ഞാൻ രാവിലത്തെ അടുക്കളത്തെ പണി കഴിഞ്ഞാൽ പിന്നെ വേഗം എന്താക്കും, അടുപ്പിൻ്റെ അവിടുത്തെ പണി തീർന്ന വേഗം പുതപ്പ് മടക്കലും അടിച്ചു വാരലും അങ്ങനത്തെ പൊടി തട്ടലൊക്കെ അങ്ങോട്ട് വേഗം തീർക്കുന്നതാണ് കേട്ടോ. ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചക്കര സ്കൂളിൽ പോണതിന് മുന്നേ പുറത്തെ പണികൾ തീർക്കണമല്ലോ എന്ന് കരുതിയിട്ട് വേഗം പുറത്തേക്ക് ചാടി. അകത്തത്തെ പണി തീർത്ത് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും നമ്മളെ വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ ഞെട്ടിപ്പോവും ഞങ്ങൾ അകം കണ്ടിട്ടുണ്ടെങ്കിൽ.
കാരണം എല്ലാം വലിച്ചു വാരിയിട്ടുണ്ടാവും. ഇവർ പോകുന്നതിന് മുന്നേ ഇവരെ ഭാഗം ഒരു ഭാഗം മേശപ്പുറം നിറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അടുക്കളയിൽ പാത്രം കൊണ്ടൊരു കൂമ്പാരമായിട്ടുണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ, ആരെങ്കിലും വരുമോ എന്നുള്ള. അതുകൊണ്ടാണ് ഞാൻ വേഗം അകത്തെ പണി വേഗം തീർത്ത് വെക്കണത്. എന്ത് ചെയ്യാനാ, ചില സമയം നടക്കൂല്ല, അതാണ് പ്രശ്നം കേട്ടോ. പിന്നെ എന്നാൽ ഗ്യാസിൻ്റെ മുകളിൽ ഭൂരി ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നിറച്ച് എണ്ണയും കാര്യങ്ങളൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആദ്യം ഞാൻ ഒരു തുണി വെച്ചിട്ട് എല്ലാം പൊടിയൊക്കെ ഒന്ന് തട്ടിയിടും. പൊടിയൊക്കെ തട്ടിയതിന് ശേഷമാണ് ഞാൻ പിന്നെ നനഞ്ഞ തുണി കൊണ്ടുവന്നിട്ട് തുടക്കുകയുള്ളൂ കേട്ടോ. നമ്മൾ ഇതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് ഇട്ടതുകൊണ്ടേ പോകാൻ ഭയങ്കര പാടാണ്. നമ്മളെ മേശ എന്നാണെന്നറിയില്ല പൊട്ടി താഴെ വീഴുക. കുറേ കാലമായ മേശയാണ് കേട്ടോ. ഉടായ്പ മേശേൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. കാര്യമായിട്ടുള്ള എന്തെങ്കിലും വെയിറ്റ് വെച്ചാൽ സംഗതി താഴെ പൊട്ടി വീഴും കേട്ടോ. നേരെ ഒരെണ്ണം മേടിക്കണം എന്നിങ്ങനെ പറയാന്നല്ലാണ്ട് ഉണ്ടാക്കാൻ പറയുന്ന ആളടുത്ത് പറഞ്ഞിട്ടുണ്ട്. മൂപ്പരും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ പിന്നെ അതിനിട്ടൊരു എന്താ പറയുക, പുറകുന്നൊരു തള്ളലിട്ട് കൊടുത്തിട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ അത് അവിടെ അങ്ങനെ ആവുന്നുണ്ട്. അന്നേരം എങ്ങനെയെങ്കിലും ഒരെണ്ണം മേടിക്കണം. ഇനിയിപ്പോൾ കട്ടിൽ നമ്മൾ മേടിച്ചുകൊണ്ട് അതിൻ്റെ അടവ് കിടക്കണോണ്ട് ഇനിയിപ്പോൾ എന്തായാലും പെട്ടെന്ന് നടക്കില്ല. കട്ടിലിൻ്റെ അടവൊക്കെ ഒന്ന് തീർന്നിട്ട് വേണം നമുക്ക് അടുത്തൊരു മേശ വാങ്ങിക്കാൻ കേട്ടോ. എല്ലാം ഉടായ്പിൻ്റെ മുകളിലാണ് ഇപ്പോൾ പോകുന്നത്. പിന്നെ ഈ വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങിക്കാൻ നമുക്ക് തോന്നുന്നില്ല. കാരണം ഇതിലേക്ക് വാങ്ങിച്ചിട്ട് വെറുതെ പൊടിയും വെറുതെ നശിച്ചു പോകുന്ന പോലെ തോന്നും ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ ഈ വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങിക്കാത്തതും ഒന്നും ചെയ്യാത്തതും. അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ വെറുതെ ഈ വീടിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. വെറുതെ പൈസ പോവാന്നല്ലാണ്ട് ഒരു പ്രയോജനം നമുക്കില്ല. കുഞ്ഞാപ്പു ചെറുതായതുകൊണ്ട് നിലത്ത് ഇങ്ങനെ കാർപ്പറ്റ് ഇട്ടതാണ്. കാരണം അവൾ ഇതിൽ മുട്ടിലൊക്കെ പോണ സമയത്ത് നിലത്ത് കാർപ്പറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ അവൾ മുട്ടിലൊക്കെ പോകുമ്പോൾ ഭയങ്കര പൊടിയും മണ്ണ് വാരിത്തീറ്റിയൊക്കെ പ്രശ്നമാവുമല്ലോ എന്നിട്ടാണ് കാർപ്പറ്റ് ഇട്ടത്. അതുവരെ ഞങ്ങൾ കാർപ്പറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഷീറ്റായിരുന്നു വിരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവൾ ആയപ്പോഴാണ് കാർപ്പറ്റൊക്കെ ഇട്ടത്. പിന്നെ അടിച്ചു വാരലെന്ന് പറഞ്ഞാൽ നിറച്ച് പൊടി ഉണ്ടാവും കേട്ടോ. ആ വാതിലിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു തരിതരിയായിട്ട് ഇങ്ങനെ ഒരു പൊടി ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. വാതിലിനെ തിന്ന് തീർക്കാമെന്നുണ്ട് കേട്ടോ. അല്ല അതിങ്ങനെ എത്ര അടിച്ച് വാരിയാലും അതിങ്ങനെ വാതിലിൻ്റെ മുകളിൽ നിന്ന് പൊടിഞ്ഞ് വീഴും. പിന്നെ എൻ്റെ കുഞ്ഞാപ്പൂക്കുട്ടീൻ്റെ കളിസ്ഥാനം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും അവളെ സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ. എല്ലാം വലിച്ചു വാരി എല്ലായിടത്തും കൊണ്ടുപോയിടും. സമയം ഇപ്പോൾ ഏകദേശം ഒരു 10 മണി ആകാനായിട്ടുണ്ട് കേട്ടോ. 10 മണി ആയിട്ടുണ്ട്. 10 മണി കഴിഞ്ഞു. ഞാൻ എങ്ങനെ പോലും 11 മണിയാകുമ്പോൾ ലൈവ് ഇടണം എന്നൊക്കെ വിചാരിച്ചാണ് ഈ സ്പീഡിൽ എടുക്കണം കേട്ടോ. ഇവിടെയൊക്കെ വീഡിയോ കുറച്ച് സ്പീഡപ്പ് കൂടുതലാണ്. വീഡിയോ ഞാൻ കുറച്ച് സ്പീഡാക്കി കൊടുത്തതാണ് കേട്ടോ. ഇവിടെ ക്ലീനിങ് വീഡിയോസ് ആകുമ്പോൾ എങ്ങനെ നമ്മൾ കുറേ നേരം വലിച്ച് നീട്ടി ഇടുമ്പോൾ നിങ്ങൾക്ക് അതൊരു ബോറടി ആവില്ല. എൻ്റെ വീടിൻ്റെ അകങ്ങൾ കണ്ട് മടുത്തിനെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എന്താ ചെയ്യുക, ഒരു രക്ഷയില്ല. ഇതല്ലാണ്ട് വേറെ വീഡിയോസ് ഇടാൻ എനിക്ക് വേറെ ഒന്നും ഇല്ല. ഏതാനും നിങ്ങൾ ചോദിക്കും പിന്നെ എന്തിനാണ് നീ വീഡിയോസ് ഇടാൻ നിൽക്കുന്നതെന്നില്ല. എന്നെ ഇഷ്ടമുള്ളവരാരും അങ്ങനെ വിചാരിക്കൂല കേട്ടോ. എന്നെ ഇഷ്ടമില്ലാത്തവരെ വിചാരിക്കുള്ളൂ. എന്ത് ചെയ്യാനാ, നമ്മളെ കഷ്ടപ്പാട് നമുക്കല്ലേ അറിയത്തുള്ളൂ. പിന്നെ എന്താ പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ നിന്ന് പൈസ ഇന്ന് കിട്ടും, നാളെ കിട്ടും, മറ്റന്നാൾ കിട്ടുമെന്നുണ്ടെങ്കിൽ ലോട്ടറി കച്ചവടം പോലെ നീണ്ടു പോകുന്നുണ്ട് കേട്ടോ. അക്കൗണ്ട് കയറി എന്ന് യൂട്യൂബ് പറയുന്നു, അക്കൗണ്ടിലിട്ട് പൈസ കയറിയിട്ടോ ഇല്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് എൻ്റെ. പാപി ചെന്നവിടം പാതാളെന്ന് പറയുന്നത് കേൾക്കുന്നില്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. വീട്ടിൽ നിന്ന് കളിയാക്കലുകൾ കൊണ്ട് എനിക്ക് തലപൊക്കി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ എത്തുന്നുണ്ട്. എന്താക്കുന്നൊന്നും അറിയില്ല. നോക്കണം, ബാങ്കിൽ പോയിട്ട് ഒന്നും കൂടെ ഒന്ന് അന്വേഷിക്കണം എന്താകും എന്നൊന്നും അറിയത്തില്ല. 26-ാം തീയതി കയറുമെന്ന് പറഞ്ഞ പൈസയാണ് കേട്ടോ. ഇതിൽ 24-ാം തീയതി കയറുമെന്ന് പറഞ്ഞ പൈസ ഇന്നിപ്പോൾ 28-ആയി. എന്നിട്ടും ഒരു രക്ഷയില്ല, പൈസ കയറിയിട്ടില്ല കേട്ടോ. എന്താ പ്രോബ്ലംസ് ഒന്നും അറിയില്ല. നമ്മൾ അക്കൗണ്ടിൽ ഇതുപോലെ ഡോളേഴ്സായിട്ടുള്ള പൈസ കയറാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണോ, അതുകൊണ്ടാണോ പൈസ കയറാത്തത്, ഇനി ബാങ്ക് സീറോ ബാലൻസ് കിടക്കുന്നതുകൊണ്ടാണോ പൈസ കയറാത്തത്, ഒന്നും അറിയില്ല. നാളെ എന്തായാലും രണ്ടും കൽപ്പിച്ച് ബാങ്കിൽ പോയി നോക്കിയേ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത്രയും ദിവസം വെറുതെ പോയി വരണ്ടേ കുഞ്ഞാപ്പൂനി എടുത്തിട്ട് എന്ന് കരുതി ഞാൻ പോവാതിരുന്നാണ് കേട്ടോ. ഇനി രക്ഷയില്ല, നാളെ ഞാൻ എന്തായാലും പോകണം. പോയിട്ടില്ലെങ്കിൽ രക്ഷയില്ല. എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, ചേച്ചി പൈസ കിട്ടിയോ. പൈസ കിട്ടിയിട്ടില്ല, അതാണ് സത്യം കേട്ടോ. പൈസ കിട്ടിയ എന്തായാലും ഞാൻ നിങ്ങളോട് പറയും. എത്ര പൈസ കിട്ടിയെന്നും ഒക്കെ ഞങ്ങളോട് പറയുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ട് ആ കാര്യം ഞാൻ ആരുടെ മറച്ചു വെക്കത്തില്ല. കറക്റ്റ് പറഞ്ഞില്ലെങ്കിലും സുമാർ എത്ര കിട്ടിയെന്നുള്ളത് ഞാൻ പറയും കേട്ടോ. കറക്റ്റ് പറയാൻ പാടില്ല എന്നൊക്കെ യൂട്യൂബ് നിയമമുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ തെറ്റാണെന്ന് കുറേ പേര് പറയുന്നുണ്ട് കേട്ടോ. എന്തായതാന്ന് നമുക്കറിയത്തില്ല. എന്നാലും ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ എൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഗ്യാസിൻ്റെ മുകളിൽ ആദ്യം പൊടി തട്ടി, പിന്നെ നനഞ്ഞ തുണി കൊണ്ടുവന്ന് മൊത്തത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു. കാരണം ഇനിയിപ്പോൾ നമ്മൾ അടുപ്പിൻ്റെ മുകളിൽ പ്രത്യേകിച്ച് കലാപരിപാടികളൊന്നും നടത്താൻ പോകുന്നില്ല. ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് സ്റ്റാൻഡ് വെച്ചിട്ട് എടുക്കുന്ന വീഡിയോസാണ് കേട്ടോ. കാരണം ധൈര്യത്തിൽ വെച്ചേക്കണ കുഞ്ഞാപ്പുകുട്ടി ഇല്ലല്ലോ ഇവിടെ. ആ ഒരു ധൈര്യത്തിൻ്റെ മുകളിലാണ് കേട്ടോ ധൈര്യത്തിൽ ക്യാമറ വെച്ചെടുക്കണം, ഫോൺ വെച്ചെടുക്കണത്. കാരണം നമുക്ക് ഫ്രണ്ട് ക്യാമറ വെക്കുമ്പോൾ അത്ര ക്ലാരിറ്റിയിൽ വീഡിയോസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ എൻ്റെ സ്റ്റാൻഡാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞും വളഞ്ഞും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ സ്ക്രൂ ഒക്കെ എന്തോ വെട്ടിപ്പോയ പോലെ നമ്മളിങ്ങനെ വലുതാക്കുക ചെറുതാക്കുക ഇങ്ങനെ ചെയ്ത് അതിൻ്റെ സ്ക്രൂ ഒക്കെ ഒരു വെട്ടിപ്പോയ പോലത്തെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റാണ്. നമ്മൾ എന്ത് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഒക്കെ കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒക്കെ കാര്യം കപ്പാസിറ്റി ഒക്കെ തീരും. മനുഷ്യൻ്റെ കാര്യം എന്ന് പറഞ്ഞ പോലെ തന്നെ മനുഷ്യന് കുറച്ച് നാളത്തേക്കല്ല ആരോഗ്യത്തോടെ ഉണ്ടാവുള്ളൂ. അപ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ വരും എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ സാധനത്തിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ. എല്ലാം കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ടേയിരിക്കും.
പിന്നെ മിക്സി 2-3 ദിവസമായിട്ട് അങ്ങനെ അരച്ചിട്ട് അങ്ങോട്ട് പോകാമെന്നല്ലാണ്ട് മിക്സീനെ തുടക്കലും പരിപാടിയൊന്നും ഉണ്ടായിരുന്നിട്ടില്ല കേട്ടോ. പിന്നെ അവനെയൊക്കെ ഒന്ന് തുടച്ച് കുട്ടപ്പനാക്കി അവിടെ എടുത്ത് വെച്ചു. ഒരു ജാമിൻ്റെ പാട്ടൻ്റെ കയ്യിലിരിക്കില്ല, ഒരു തുള്ളി ജാമുണ്ട് കേട്ടോ. കുഞ്ഞാപ്പൂക്കുട്ടി എന്നാണ് ചോദിച്ചിട്ട് വരികയെന്നറിയില്ല. അന്നേരം അധിക ദിവസമൊന്നും വെക്കാൻ പറ്റില്ല, 2 മെനഞ്ഞാന്ന് കൊണ്ടുവച്ചാണ് പിന്നെ ലേശം അതിൻ്റെ അകത്തുണ്ട്, അത് അവിടെ തന്നെ വെച്ചാണ് കേട്ടോ. പിന്നെ ഞാൻ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞു, ഇതാ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ലൈവ് ഇടണം, അന്നേരം ഇതാ പോയി മുടിയൊക്കെ ചീകി പൊട്ടൊക്കെ വെച്ച് എല്ലാം സുന്ദരിയായി വന്നിരുത് ചായ കുടിക്കുകയാണ് കേട്ടോ. ഭൂരിയും ചായയും കുടിക്കുകയാണ്. അതായത് എനിക്കിങ്ങനെ കറിയിൽ മുക്കി കഴിക്കുന്നതാണ് ഇഷ്ടം. എനിക്കിങ്ങനെ കറി ഇങ്ങനെ ഒഴിച്ച് കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എന്നിട്ട് എനിക്ക് മുക്കി കഴിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം, അതുകൊണ്ട് മുക്കി കഴിക്കാൻ കേട്ടോ. പിന്നെ ലൈവ് ഇടാകുമ്പോഴത്തേക്ക് കറണ്ട് പോയിട്ടോ. പിന്നെ കുറേ 11:30 ആയപ്പോഴാണ് കറണ്ട് വന്നത്. പിന്നെ ലൈവൊക്കെ ഇട്ട് കഴിഞ്ഞു, ഞങ്ങൾ ചോറൊക്കെ ഉണ്ടു, കുഞ്ഞാപ്പൂക്കുട്ടീനെ ഉറക്കി, ഞാൻ കുളിച്ചു വന്നു. പിന്നെ ഉച്ചൻ്റെ ശേഷമുള്ള വിശേഷങ്ങളാണ് കേട്ടോ. പിന്നെ ഏതാ നമ്മളിന്ന് കാച്ചിലാണ് കേട്ടോ പുഴുങ്ങണത്. കഴിഞ്ഞ ദിവസം ടൗണിൽ പോയപ്പോൾ കാച്ചിൽ കൊണ്ടുവച്ചായിരുന്നു. കാച്ചിൽ പുഴുങ്ങാൻ വേണ്ടിയൊക്കെ വെട്ടി മുറിച്ച് കഷ്ണങ്ങളാക്കി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. അന്നേരം വെള്ളത്തിലേക്ക് ഇടുക, തിളയ്ക്കാൻ വെച്ച വെള്ളത്തിൻ്റെ അതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കാച്ചിലും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ അടുപ്പിലാണ് കാച്ചിൽ വേവിക്കണം. കപ്പ, കാച്ചിൽ, ചേമ്പ്, ചേന ഇതൊക്കെ ഞാൻ വിറകടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുക. കാരണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. വീഡിയോസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം കേട്ടോ. അന്നേരം ഇനിയിപ്പോൾ വൈകുന്നേരം ചായ കുടിക്കാൻ പോവാണ്. പൊന്നൂസ് മാത്രമേ വന്നിട്ടുള്ളൂ, ചക്കര എത്തിയിട്ടില്ല കേട്ടോ. ഇവിടെ നിന്നൊക്കെ പൊന്നൂസ് കുറച്ച് വീഡിയോസ് എടുത്ത് തന്നു. ചക്കര 6 മണിയാവും വരുമ്പോൾ. നേരെ കുഞ്ഞാപ്പൂക്കുട്ടി എണീറ്റ് വന്നിട്ട് ഭയങ്കര ഷാഡിയും ബഹളവും കാര്യങ്ങളൊക്കെയാണ്. എണീറ്റ് വന്ന ചില ദിവസങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ. അതായത് ഞങ്ങൾ പോയി ചായയൊക്കെ കുടിക്കട്ടെ. അതായത് ഞങ്ങൾ വീഡിയോ ഇത്രക്കത്തേനുള്ളത് നല്ല ചൂടൻ കാച്ചിലും നല്ല മുളക് ചമ്മന്തി, നല്ല അപ്പാര എരിവായിരുന്നു മക്കളെ. മുളക് ഞാൻ കണ്ടപ്പോൾ വിചാരിച്ച എരിവില്ലാന്ന്, കിടുക്കാച്ചി എരിവ്. ചൂട് ചായൻ്റെ കൂടെ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. തിന്നുമ്പോൾ എൻ്റെ അണ്ണാക്കും വായൊക്കെ പൊങ്ങി പൊള്ളി പട്ടാരടങ്ങി എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയിട്ടുണ്ട് കേട്ടോ. അന്നേരം കുഞ്ഞാപ്പൂക്കുട്ടിക്ക് ഫോൺ വേണം എന്നുള്ള പറഞ്ഞിട്ടുള്ള കരച്ചിലാണ്. അതായത് നമ്മൾ ചാനൽ ആരെങ്കിലും കൂട്ടാക്കാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കണേ. പിന്നെ കൂട്ടാക്കുന്നവരെ നമ്മൾ വീഡിയോസ് ഒന്ന് കണ്ട് കൂട്ടാക്കണേ.